Hallelujah! Welcome to 2021. The Lord has been so good to us. We have come through a lot, but today the Lord has wanted to tell us from Revelation chapter 21, verse 5. He says, the one who sits on the throne says, "Behold, I make all things new." Do not remember the former things. God will make all things new in your life. How many of you believe that this morning? Come on, declare it together with us, and let's worship our God together. Behold the one who's making all things new.
യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പാടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയവം കൃപകളോടെ പാടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയവം കൃപകളോടെ ഇന്നലെയിൽ നിന്നും എന്നും മാറാ യേശുവേ പാടി പുകഴ്ത്താം ഇന്നലെയിൽ നിന്നും എന്നും മാറാ യേശുവേ പാടി പുകഴ്ത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയകൾ വരും നേരത്ത് ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയകൾ വരും നേരത്ത് കാക്കും കരങ്ങളും ചേർത്തു മാർവലച്ച സ്നേഹം നിത്യം പാടും ഞാൻ കാക്കും കരങ്ങളും ചേർത്തു മാർവലച്ച സ്നേഹം നിത്യം പാടും ഞാൻ ആമേൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ പേറ്റ തള്ളകുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയെന്ന വാർത്തയാ പേറ്റ തള്ളകുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയെന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ ഹല്ലേലൂയ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുമേ എന്നുറച്ച കൽപ്പനയതാ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുമേ എന്നുറച്ച കൽപ്പനയതാ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യുന്ന ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യുന്ന ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ആമേൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഹല്ലേലൂയ ചേർന്ന് യേശുവിനെ വാഴ്ത്തി സ്തുതിക്കുക ഹല്ലേലൂയ We bless you Lord there is no one like you Jesus You deserve the glory and the honor and praise Lord To him who sits on the throne we give you സ്തുതിച്ചു പാടിടും മഹിമങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും സ്തുതിച്ചു പാടിടും മഹിമങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല
our hands in worship. As we lift your holy name, we give you the glory and the honor. Lord, we lift our hands in worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. There is no one else like you. Oh, Jesus, we love you, Lord. We thank you, Lord. This morning we just declare your name is higher than any other name. Any situations must bow at the name of Jesus. Oh, mountains will melt like wax at the presence of the Lord. This morning we declare your presence, Lord. Shatanamase keriantere sharanamase. Yeah, aramashatere. Oh, we lift up your name, Lord, that is above every other name. We declare healings in the name of Jesus. Oh, impossible things make way. Where there seems to be no way, you make ways, Lord. Hallelujah. Sing one more time. Yeshua liyavan, Yeshua liyavan, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. Thank you, Jesus. Thank you, Lord, for your presence, Lord. We receive your shalom. Speak to us, oh God. In Jesus' name we pray. Amen. We had a wonderful time of worship together. We are so glad that you could all join in. Also want to update about the meetings that happen throughout the week. From Monday to Saturday, we have the morning devotion. Harpinball രാവിലെ 7 മണി തൊട്ട് 7:30 വരെയാണ്. Monday night at 10 p.m. we've got the men's night prayer. And on Tuesdays, we've got the ladies meeting at 10:30 a.m. on Zoom. And in the evening at 7:30 p.m. we have the King's Daughters meeting for all the young girls on Zoom. Wednesdays Bible study 7:30 ഉണ്ടാവുന്നതാണ് on Zoom. രാത്രി 10:30 നമുക്ക് ladies night prayer ഉണ്ടാവുന്നതാണ്. So ladies, encouraging all of you to be part of this night prayer. On Fridays we've got the fasting prayer at 10:30 a.m. on Zoom. For all the youngsters of our church, we've got the Exodus Youth Service at 7 p.m. on Zoom. Please take time and join us for the youth church. Parents, please note, we won't be having our junior church and teens church today as it is the first Sunday of the month. Cell groups are active and happening throughout the week on Zoom. For more details, contact us on the number given on the screen. നിങ്ങൾക്ക് സൂമിൻ്റെയോ അഥവാ യൂട്യൂബിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Now it is time to give to the Lord. You can sow into the kingdom by giving online. The details of the same are shown on the screen. Let's worship our God together. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும்
சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே ஓ நிறைவான ஆவியானவரே நீர் வரும் போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே நீர் வரும் போது குறைவுகள் மாறுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே வனாந்திரம் வயல்வெளியாகுமே. பாலானது பயிர் நிலமாகுமே. வனாந்திரம் வயல்வெளியாகுமே. பாலானது பயிர் நிலமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே. ஓ முடியாததும் சாத்தியமாகுமே. ஓ நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே praise the Lord. We praise the Lord Jesus. Hallelujah. Praise the Lord. We give you all glory and honor, Lord. Hallelujah. Praise the Lord. We worship you, Lord Jesus. Hallelujah. Father, hallelujah. You're good, Lord. You're good, Lord Jesus. Hallelujah. பலவீனம் பலனாய் மாறுமே. ஓ சுகவீனம் சுகமாய் மாறுமே. ஓ பலவீனம் பலனாய் மாறுமே. சுகவீனம் சுகமாய் மாறுமே. நீ
All glory to you, Lord. Hallelujah. For you are good, my Lord. Hallelujah. For you are good, Lord. Hallelujah. Jesus. Thank you, Lord. Thank you, Father. Hallelujah. Greetings in Jesus' name. യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. Welcome to the first Sunday of this year. ഈ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. And today I would like to share from Hebrews chapter 2. ഇന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The epistle to Hebrews is written to the first century Christians. എബ്രായ ലേഖനം അത് എഴുതിയത് ആദിമ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. Especially those who are going through persecution and many challenges in their lives. പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പീഡനങ്ങളിലും പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയവർക്ക് വേണ്ടിയാണ്. The author is encouraging them to stand fast in faith. ഇവിടെ ഈ ലേഖനകർത്താവ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായി. This epistle teaches us that life's problem can be solved through clear understanding of who Jesus is and what he has done for us. ഈ ലേഖനകർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ യേശു ആരാണെന്ന് നമുക്ക് വേണ്ടി എന്തൊക്കെ യേശു ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ്. And the author clearly proclaimed that Christ is supreme. അതോടൊപ്പം തന്നെ ക്രിസ്തുവാണ് സർവാധിപതി എന്ന് ഈ ലേഖനകർത്താവ് സ്ഥാപിക്കുകയാണ്. That he is greater than the prophets and greater than angels. യേശു പ്രവാചകന്മാരെക്കാട്ടിലും ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണെന്ന്. And he is the head of all things. അവൻ സകലത്തിന്റെയും അവകാശിയാണെന്ന്. He is sustainer and redeemer. യേശു എല്ലാത്തിനെയും നിലനിർത്തുന്നവനാണ്, എല്ലാത്തിനെയും വീണ്ടെടുക്കുന്നവനാണ്. And he is the ruler above all. അവൻ സകലത്തിന് മേൽ വാഴുന്നവനാണ്. The author of the epistle of Hebrews was concerned also about the spiritual well-being of the believers. ഈ എബ്രായ ലേഖനകർത്താവ് ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തെ കുറിച്ചുമുള്ള ഒരു ചിന്തയോടെയാണ് ഇത് എഴുതുന്നത്. His concern is that the believer should not go back to the tradition or ancient Judaism or to the old ways. ഈ ലേഖനകർത്താവ് ഇത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസികൾ ആരും അവരുടെ പഴയ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിലേക്കൊന്നും മടങ്ങി പോകുവാൻ ഇടയാകരുത് എന്നുള്ള ചിന്തയോടെയാണ് ഈ ലേഖനം എഴുതുന്നത്. So he deal with this problem in two ways. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രശ്നത്തെ രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. Number one, he emphasized on the supremacy of Christ or the superiority of Christ. ഒന്നാമതായി ലേഖനകർത്താവ് സ്ഥാപിക്കുന്നത് ക്രിസ്തുവിന്റെ സർവാധിപത്യത്തെ കുറിച്ചാണ്. ക്രിസ്തു സകലത്തിലും ഉന്നതനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ്. And throughout this Bible, then through a series of exhortation for them to remain, to be steadfast in faith. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് കാണിക്കുകയും തെളിയിക്കുകയും ചെയ്യുകയാണ് ഈ ലേഖനകർത്താവ്. So today we'll look into the first of this several exhortations. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള അനേക പ്രോത്സാഹനങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. Chapter 2 verse 1. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ Hebrews 2 verse 1 says, so we must listen carefully to the truth we have heard or we may drift away from it. എബ്രായർ ലേഖനം 2-ന്റെ 1 ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. Let us examine the reason behind this exhortation. ഇങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ അല്ലെങ്കിൽ പ്രബോധനത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. There are various pressures or undercurrents that can cause us to drift away. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന അനേക ഘടകങ്ങൾ ഉണ്ടാകാം, സങ്കീർണമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. Drifting from faith or from salvation is a real danger. രക്ഷയിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ തെറ്റി ഒഴുകി പോകുന്നത് വലിയൊരു അപായം പിടിച്ച കാര്യമാണ്. It is actually possible to drift away from salvation. ശരിക്കും പറഞ്ഞാൽ രക്ഷയിൽ നിന്ന് ഒഴുകി പോകാൻ, വഴുതി പോകുക അത് സാധ്യവുമാണെന്ന് ഓർക്കണം. The same chapter says we can certainly neglect our salvation. അതേ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നമ്മുടെ രക്ഷയെ നമുക്ക് അതിനെ വില കുറച്ച് കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ഗണ്യമാക്കാതിരിക്കാൻ കഴിയുമെന്നാണ്. So we read in the same chapter 2 verse 3 says, how can we escape if we neglect so great a salvation? അതുകൊണ്ടാണ് എബ്രായർ 2:3 ഇങ്ങനെ പറയുന്നത്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. So the danger of drifting away is real here. അതുകൊണ്ട് ഇവിടെ ഒരു വസ്തുതയാണെന്ന് തെളിയിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. But also this book gives a solution to those who are drifting away. എന്നാൽ ഈ പുസ്തകം നമുക്ക് ഒരു പരിഹാരം കൂടി തരുന്നുണ്ട്, എങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനെ കുറിച്ച്. You need to have faith and
patience. നമുക്ക് വിശ്വാസവും സഹിഷ്ണുതയും അനിവാര്യമാണ്. You need to show same diligence till the very end. അവസാനം വരെ അതേ തീക്ഷ്ണതയും താല്പര്യവും നാം കാണിച്ചേ മതിയാകൂ. You need to hold on to Jesus. യേശുവിനെ തന്നെ നാം മുറുകെ പിടിക്കുവാനിടയാകണം. You need to run with endurance. നാം മടുത്തു പോകാതെ നിരന്തരമായി മുന്നോട്ട് So ഓടിക്കൊണ്ടിരിക്കണം. we can do that by having a clear understanding of who Jesus is and what he has accomplished for us. യേശു ആരാണെന്നും യേശു നമുക്ക് വേണ്ടി എന്തൊക്കെ നേടിത്തന്നെന്നും നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. This book gives us a lot of warning about the danger of drifting away and its consequences. ഈ പുസ്തകം നമുക്ക് വ്യക്തമായി മുന്നറിയിപ്പുകൾ തരുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് വഴുതി പോയാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്താണെന്ന്. So it is possible for a child of God to drift away and be lost. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൽ നിന്ന് വഴുതിപ്പോയി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നാം തിരിച്ചറിയണം. Otherwise this exhortation is meaningless here. അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട ഈ പ്രബോധനം അത് പ്രയോജനകരമാകാതെ പോകും. Look at chapter 2 verse 1 to 3. എബ്രായർ 2:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. Therefore we must give the more earnest heed or careful attention to the things we have heard, or we drift away. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു. Amen to that. ആമേൻ. Verse 2 says, രണ്ടാം വാക്യം പറയുന്നു, for if the word spoken through angels proved steadfast, and every transgression and disobedience received a just reward, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, verse 3 says, how shall we escape if we neglect so great a salvation? മൂന്നാം വാക്യം പറയുകയാണ്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ. Amen. ആമേൻ. Or how we will escape. അല്ലെങ്കിൽ എങ്ങനെ നാം രക്ഷ പ്രാപിക്കും? According to Acts chapter 7 verse 38, അപ്പോസ്തല പ്രവൃത്തി 7:38 പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ, the law was given to Moses through an angel, ആ മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം നൽകിയത് ഒരു ദൂതനിൽ കൂടിയാണ്. and every violation of the law was punished, ആ എല്ലാ നിയമങ്ങളുടെ ലംഘനവും അത് ശിക്ഷയ്ക്ക് അർഹമായിരുന്നു. and punishment was inescapable. ശിക്ഷ അത് ഒരിക്കലും മാറ്റുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. So if the word spoken through angels, if that law was violated and that brought punishment, ദൂതന്മാരിൽ കൂടി നൽകപ്പെട്ട ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുന്നതിന് ശിക്ഷ വരുമെങ്കിൽ, what if we neglect the words given by the Son Jesus? യേശു കർത്താവിൽ കൂടി പുത്രനാകുന്ന യേശുവിൽ കൂടി തന്ന വചനങ്ങൾ നമ്മൾ തിരസ്കരിച്ചാൽ എന്തായിരിക്കും പരിണിത That ഫലം? is what chapter 2 verse 3 says. അതാണ് എബ്രായർ 2:3 പറയുന്നത്. How shall we escape if we neglect the Son? നമ്മൾ പുത്രനെ തിരസ്കരിച്ചാൽ, ഗണ്യമാക്കാതിരുന്നാൽ എങ്ങനെ രക്ഷപ്പെടും? Will not every unrepented transgression and disobedience receive a just reward? ആ മാനസാന്തരപ്പെടാതിരിക്കുന്ന ഓരോ പാപത്തിനും അതിന്റെ ഒരു പരിണിത ഫലം ഉണ്ടാകത്തില്ലേ? So the message here the author of Hebrews trying to convey is, ഇവിടെ എബ്രായ ലേഖനകർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: let's not dare to neglect the word of God spoken through his Son. തന്റെ പുത്രനിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ച സന്ദേശങ്ങൾ നമ്മൾ അതിനെ സ്വീകരിക്കാതിരിക്കരുത്. And the next part of this verse, അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, again giving a thrust to this warning by saying that ഇതിന് ഒരു കുറച്ചും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ലേഖനകർത്താവ് പറയുകയാണ്, the word spoken by the Son was confirmed by the apostles. ആ പുത്രൻ നൽകിയ തിരുവചനങ്ങൾ അപ്പോസ്തലന്മാരിൽ കൂടി അതിന് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. Verse 4 says, നാലാം വാക്യം പറയുകയാണ്, the word spoken by Son was confirmed even more ആ പുത്രനിൽ കൂടി സംസാരിച്ച തിരുവചനങ്ങൾ പിന്നെയും അതിന് ഉറപ്പ് ലഭിക്കുന്നത് ഇങ്ങനെയാണ്, by God himself. It was confirmed by God himself through signs, wonders and miracles. ആ ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളിൽ കൂടി ഈ സംസാരിച്ച തിരുവചനത്തിനെ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. And by Holy Spirit with gifts according to God's will. ആ പരിശുദ്ധി ആത്മാവിൽ കൂടി ദൈവത്തിന് ബോധിച്ചതുപോലെ കൃപാവരങ്ങൾ നൽകി ദൈവം അതിന് ഊന്നൽ കൊടുക്കുകയാണ്. So the message here is, ഇവിടെ നൽകപ്പെടുന്ന സന്ദേശം ഇതാണ്: don't neglect the word given by Jesus Christ, യേശു നമ്മളോട് സംസാരിച്ച തിരുവചനത്തെ ഒരിക്കലും നമ്മൾ തിരസ്കരിക്കരുത്, or we lose the salvation. അല്ലെങ്കിൽ നമുക്ക് രക്ഷ നഷ്ടപ്പെട്ടേക്കാം. And the salvation here is written, so great a salvation. ഇവിടെ രക്ഷ എന്ന് പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. When we consider something great, we will naturally pay attention to it and
we will not neglect it. നമ്മൾ എന്തിനെങ്കിലും വലുതായി കരുതിയാൽ അത് വളരെ പ്രയോജനകരമാണ്, മഹത്വമേറിയതാണെന്ന് നമ്മൾ കണ്ടാൽ അതിനെ നമ്മൾ തള്ളിക്കളയുകയില്ല. If we neglect, that means we don't consider it as precious. നമ്മൾ അതിനെ തിരസ്കരിച്ചാൽ അതിനർത്ഥം നമ്മൾ അതിനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നാണ്. Our salvation is great നമ്മുടെ രക്ഷ അത് വളരെ വലുതാണ്. because we are saved by a great Savior. കാരണം നമ്മളെ രക്ഷിച്ചത് വലിയവനായ ഒരു രക്ഷകനാണ്. Because we are saved by a great cost. നമ്മളെ വലിയൊരു വില കൊടുത്താണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. We are saved from a great penalty. നമ്മളെ വലിയൊരു ശിക്ഷാവധിയിൽ നിന്നാണ് ദൈവം വിടുവിച്ചിരിക്കുന്നത്. Hallelujah. Hallelujah. Our salvation is great because it offers such many things. നമ്മുടെ രക്ഷ വളരെ വലുതാണെന്ന് പറയാൻ കാരണം അത് അനേക കാര്യങ്ങൾ നമുക്ക് നൽകി തരുകയാണ്. Gives us the forgiveness of our sins. അത് നമുക്ക് പാപക്ഷമയെ നൽകി തന്നു. Gives us the assurance of God's presence and protection. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സംരക്ഷണവും നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം നൽകുകയാണത്. Gives us a clear and a good conscience. അത് നമുക്ക് നല്ല തികഞ്ഞ ഒരു മനസ്സാക്ഷി And നൽകുകയാണ്. a glorious hope for eternity. അതോടൊപ്പം തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വലിയ മഹത്വമേറിയ ഒരു പ്രത്യാശ കൂടി So നൽകുകയാണ്. if we neglect this, we will lose everything. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗണ്യമാക്കാതിരുന്നാൽ എല്ലാം നമുക്ക് നഷ്ടമായി തീരും. Just as those who neglected the word spoken through the angels or the law of Moses, they lost the promised land. ആ ദൂതന്മാരിൽ കൂടി മോശയ്ക്ക് നൽകപ്പെട്ട ന്യായപ്രമാണം അത് അനുസരിക്കാതിരുന്നവർക്ക് വാഗ്ദത്ത ദേശം നഷ്ടപ്പെട്ടതുപോലെ So there are serious consequences for those who neglect the salvation spoken through us to us by the Son. അതുകൊണ്ട് ഓർക്കണം, രക്ഷ പുത്രനിൽ കൂടി നമുക്ക് നൽകപ്പെട്ട രക്ഷ അതിനെ തിരസ്കരിക്കുന്നവർക്ക് വളരെ ശക്തമായ പരിണിത ഫലം ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് So വരും. the author here is giving us some word of encouragement. അതുകൊണ്ട് ഇവിടെ ഈ ലേഖനകർത്താവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില വാക്കുകൾ പങ്കുവയ്ക്കുകയാണ്. What are the pressures that cause us to drift? എന്തൊക്കെയാണ് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുവാനായി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? Number one is ഒന്നാമതായി the pressure we experience when we wait upon the Lord. നമ്മൾ ദൈവത്തിനു വേണ്ടി ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നേരിടുന്ന സംഘർഷങ്ങളാണ്. During that time we tend to think that we are wasting our time. പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാനിടയാകും, അയ്യോ ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തുകയാണല്ലോ, I'm waiting for so long, ഞാൻ അനേക നാളായി കാത്തിരിക്കുകയാണ്, losing my patience. എൻ്റെ സഹിഷ്ണുത എനിക്ക് നഷ്ടപ്പെടുകയാണ്. I want to give a word for you. എനിക്ക് നിങ്ങൾക്ക് നൽകുവാൻ ഒരു സന്ദേശമുണ്ട്. Galatians chapter 6 verse 9 says, ഗലാത്യർ 6:9 ഇങ്ങനെ പറയുന്നത്, let's not get tired of doing what is good. നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. Amen. ആമേൻ. Hallelujah. Hallelujah. At the right time we will reap a harvest of blessing if we don't give up. നാം തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് തന്നെ നാം നല്ല ഒരു കൊയ്ത്ത് നമുക്ക് ലഭ്യമായി തീരും. Hallelujah. Hallelujah. So don't get tired of waiting. അതുകൊണ്ട് കാത്തിരിക്കുന്നതിൽ ഒരിക്കലും മടുത്തു പോകരുത്. Never give up. ഒരിക്കലും മടുത്തു പോകരുത്. Sometimes as the time goes by, there is a tendency to lose the fervor of serving God. ചിലപ്പോൾ നമ്മുടെ സമയം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ ദൈവത്തെ സേവിക്കുന്നതിലുള്ള നമ്മുടെ തീക്ഷ്ണത അതൊക്കെ കുറയുവാൻ സാധ്യതയുണ്ട്. Revelation chapter 2 verse 4 says, വെളിപ്പാട് 2:4 ഇങ്ങനെ പറയുന്നുണ്ട്, don't lose your first love. നിന്റെ ആദ്യ സ്നേഹം നീ ഒരിക്കലും നഷ്ടമാക്കരുത്. It says like this, അതിങ്ങനെയാ പറയുന്നത്, you don't love me or each other as you did at first. നീ മുൻപ് എന്നെ സ്നേഹിച്ചിരുന്നത് പോലെയോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോ നീ മുൻപ് ചെയ്തിരുന്ന പോലെ അല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. That's what the Lord is asking to each and every one of us. അതാണ് ദൈവം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന സന്ദേശവും. You don't love me, love Jesus or each other as you did at first. നിങ്ങൾ ആദ്യമേ സ്നേഹിച്ചിരുന്ന പോലെ എന്നെയോ അല്ലെങ്കിൽ അന്യോന്യമോ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നാണ് ദൈവം Some പറയുന്നത്. have lost their first love. ചിലർക്ക് അവർ ആദ്യ സ്നേഹം നഷ്ടമായിരിക്കുകയാണ്. In the beginning, their love for Christ and for each other had been so strong. ആദിയിൽ അവരുടെ വിശ്വാസം ദൈവത്തോടുള്ള സ്നേഹം അത് വളരെ ശക്തിമത്തായിരുന്നു. The struggles and the persecution has caused the love to grow cold. ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ സ്നേഹം തണുത്തു പോകുവാൻ തക്കോണം ഇടയായി. So Holy Spirit is telling to come back. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, മടങ്ങി വരിക. Don't give up. നിങ്ങൾ ഒരിക്കലും മടുത്തു പോകരുത്. There is a harvest of blessing if you don't give up. നിങ്ങൾ മടുത്തു പോകാതിരുന്നാൽ വലിയ ഒരു കൊയ്ത്ത്, അനുഗ്രഹത്തിന്റെ ഒരു കൊയ്ത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Continue praying. നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. Continue sowing in tears. കണ്ണുനീരിൽ വിതയ്ക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുക. Continue serving. നിങ്ങൾ സേവിക്കുന്നത്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് തുടരുക. Continue trusting in Him. പിന്നെയും ദൈവത്തിൽ ആശ്രയിക്കുന്നത് തുടരുക. Continue following Him by looking unto Jesus. യേശുവിനെ തന്നെ നോക്കി അവനെ അനുഗമിക്കുന്നത് തുടരുക. Having
faith and patience. എപ്പോഴും വിശ്വാസവും സഹിഷ്ണുതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. There you will inherit the promises of God. അവിടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ അവകാശമാക്കുവാനിടയാകും. And the second thing that causes this drifting away is familiarity. രണ്ടാമതായി ആ ദൈവ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഒഴുകി പോകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ പരിചയം. We have heard the saying, familiarity breeds contempt. നമ്മൾ കേട്ടിട്ടുണ്ട്, പരിചയം നമ്മുടെ ജീവിതത്തിൽ അവഹേളനത്തെ വളർത്തുവാനിടയാക്കും. There's a tendency that we become familiar with all meetings, with church, with people and everything. There's a tendency to become so familiar and we look down or we think it is as a common thing. നമ്മൾ അനേക മീറ്റിങ്ങുകളും അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ ഇത് നമുക്ക് വളരെ പരിചയമായി തോന്നുമ്പോൾ ഇതൊക്കെ ചെറുതാണ്, ലളിതമാണെന്നുള്ളൊരു മനോഭാവം നമ്മളിൽ ഒരുപക്ഷെ ഉടലെടുത്തേക്കാം. We may take it lightly or take it for granted. ഒരുപക്ഷെ നമ്മൾ അതിനെ വില കുറച്ചോ അല്ലെങ്കിൽ സർവ്വസാധാരണമായോ അതിനെയൊക്കെ നമ്മൾ നേരിട്ടേക്കാം. A kind of dissatisfaction in Malayalam is a maduppu. നമ്മുടെ അകത്തൊരു മടുപ്പിന്റെ ഒരു സാഹചര്യം ഉളവായി വന്നേക്കാം. A cold attitude ഒരു തണുത്ത ഒരു അവസ്ഥ towards church, അത് സഭയോടും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകാം. prayer and worship, പ്രാർത്ഥനയോടും ആരാധനയോടും അങ്ങനെ ഒരു മനോഭാവം to ഉണ്ടായേക്കാം. the meetings of the church. സഭയിലെ മീറ്റിങ്ങുകളോട്. But I want to tell you, don't get tired of that. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും മടുത്തു പോകുവാനിടയാകരുത്. Come out of that cold attitude. ആ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാട്ടെ. Never be lukewarm. ഒരിക്കലും നിങ്ങൾ ശീതോഷ്ണവാരായിരിക്കരുത്. Love Jesus with whole heart. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുക. Serve him with passion. ദൈവത്തോടെ തീക്ഷ്ണതയോടെ സേവിക്കുക. Hallelujah. 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 We never get tired of our home. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാറില്ല. We never get tired about our parents or our family members. നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ മടുത്തു പോകാറില്ല. If we get tired about that, it's a big serious problem. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മടുപ്പ് തോന്നിയാൽ വളരെ വലിയൊരു പ്രശ്നമാണത്. If you can't enjoy or celebrate, that means you are enjoying something else. നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ കാര്യങ്ങളിലൊന്നും സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മറ്റെന്തിലോ ആണ് സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. See church as your spiritual family, as your spiritual home. സഭ നിങ്ങളുടെ ആത്മീയ ഭവനമാണെന്ന്, ആത്മീയ കുടുംബമാണെന്ന് കരുതുക. Never get tired of God's word. ഒരിക്കലും ദൈവവചനത്തിൽ നിങ്ങൾ മടുത്തു പോകുവാനിടയാകരുത്. If you get tired of God's word, if you lose that desire, that hunger, that appetite for reading God's word, ദൈവവചനം വായിക്കുവാനുള്ള ആ വലിയൊരു വിശപ്പും ആ ഒരു താല്പര്യവും നമുക്ക് കുറഞ്ഞു പോയാൽ that's a serious problem. അത് വലിയൊരു പ്രശ്നമാണ്. The word of God gives the answer for that. ദൈവവചനം അതിനുള്ള ഒരു പരിഹാരവും നമുക്ക് നൽകുന്നുണ്ട്. In 1 Peter chapter 2 verse 2 it says that 1 and 2 says that. 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. I'm going to encourage you, never get tired of that. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ മടുത്തു പോകരുത്. That's a dangerous virus than the virus that is around. നമ്മുടെ ചുറ്റും ഇപ്പോൾ വ്യാപരിക്കുന്ന വൈറസിനെക്കാട്ടിലും വളരെ അപായം പിടിച്ചൊരു വൈറസാണത്. This virus can drift you away from your salvation. ഈ വൈറസിന് നമ്മുടെ രക്ഷയിൽ നിന്ന് നമ്മളെ തെറ്റി ഒഴിഞ്ഞു പോകുവാൻ നമ്മളെ ഇടയാക്കുവാൻ So കഴിയും. be on fire for God. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി തീക്കഷ്ണമായി നിൽക്കുക. Love his word. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുക. Worship him. കർത്താവിനെ ആരാധിച്ചാട്ടെ. Connect to prayer meetings. നമ്മൾ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പരസ്പരം ബന്ധപ്പെടുക. Never get tired of online meetings. ഒരിക്കലും ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടപ്പോൾ നിങ്ങൾ മടുത്തു പോകുവാനിടയാകരുത്. Let this familiarity should not drift you away from the focus from serving Jesus. യേശുവിനെ സേവിക്കുന്നതിന് തടസ്സമായി ഒരിക്കലും ഈ പരിചിത മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനിടയാകരുത്. 1 John chapter 3 verse 10 onwards. 1 യോഹന്നാൻ 3-ാം 10-ാമത്തെ വാക്യം മുതൽ Let's read this. നമുക്കിത് വായിക്കാം. So now we can tell who are children of God and who are children of devil. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും നമുക്ക് ഇതിനാൽ തെളിയുന്നു എന്ന് വചനം പറയുന്നു. Anyone who does not live righteously and does not love other believers does not belong to God. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിനുള്ളതല്ല. Are we taking this word lightly or seriously? നമ്മൾ ഈ വചനത്തെ വളരെ വിലപ്പെട്ടതായിട്ടാണോ കാണുന്നത് അതോ നിസ്സാരമായിട്ടാണോ കണക്കാക്കുന്നത്? Hebrews chapter 2 verse 1 says, എബ്രായർ 2:1 ഇങ്ങനെ പറയുന്നു, we must give the more earnest heed to the things we have heard. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. Or you will drift away. അല്ലെങ്കിൽ നമ്മൾ തെറ്റി ഒഴുകി പോകും.
He who does not live righteously and does not love other believers does not belong to God. That's what the word of God says. അവിടെ വചനം പറയുന്നത് നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. And verse 11 says, 11ാം വാക്യം പറയുന്നു, this is the message you have heard from the beginning, നിങ്ങൾ ആദ്യം മുതൽ കേട്ട സന്ദേശം ഇതാണ്, that we should love one another. നാം അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. Amen. ആമേൻ. Verse 14 says, 14ാമത്തെ വാക്യം പറയുന്നു, if we love our Christian brothers and sisters, it proves that we have passed from death to life. അവിടെ പറയുന്നു, നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. But a person who has no love is still dead. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. Are we living are we dead or alive in Christ? നമ്മൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണോ അതോ ജീവനോടെയാണോ ആയിരിക്കുന്നത്? Many born again have died again. പല വീണ്ടും ജനനം പ്രാപിച്ചവർ വീണ്ടും മരിച്ചിരിക്കുകയാണ്. Born again. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കണം. Okay, verse 15 says, 15ാം വാക്യം പറയുന്നു, anyone who hates another brother or sister is really a murderer at heart, and you know that murderers don't have eternal life with them. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. That means hating a brother or sister is very dangerous. അതിനർത്ഥം നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ നമുക്ക് കോപം തോന്നുകയാണെങ്കിൽ, അവരോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് വളരെ അപായം പിടിച്ചതാണ്. Connected with eternity. അത് നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. And verse 16. 16ാം വാക്യം, We know what real love is because Jesus gave up his life for us. യേശു നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. That is love. അതാണ് യഥാർത്ഥ സ്നേഹം. And the next verse says, അടുത്ത വാക്യം so പറയുന്നു, we also ought to give up our lives for our brothers and sisters. അതുകൊണ്ട് നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. That is called sacrificial love or agape love. അതാണ് ത്യാഗപരമായ സ്നേഹം അല്ലെങ്കിൽ അഗാപ്പെ സ്നേഹം എന്ന് നമ്മൾ പറയുന്നത്. Verse 18 says, 18ാം വാക്യം പറയുന്നു, dear children, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, let us not merely say that we love each other, let us show the truth by our actions. നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. And verse 19, 19ാം വാക്യം come പറയുന്നു, on, read here. ഇവിടെ ശ്രദ്ധയോടെ Our വായിച്ചാട്ടെ. actions will show that we belong to the truth, so that we will be confident when we stand before the Lord. നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയുമെന്ന് വചനം So our പറയുകയാണ്. action will show that we belong to whether truth or not. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുകയാണോ അല്ലയോ എന്ന് നമ്മുടെ പ്രവർത്തികൾ കണ്ടാൽ അറിയാൻ കഴിയും. All these verses speaks to us about the importance of loving one another and serving one another. നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സേവിക്കുകയും ചെയ്യണമെന്നത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഈ തിരുവചനങ്ങൾ നമുക്ക് ബോധ്യം നൽകുന്നു. Connected to eternal life. ഇത് നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട So ഒന്നുകൂടിയാണ്. your active participation in the church is very important. നിങ്ങൾ സഭയിൽ വ്യക്തിപരമായി എല്ലാത്തിലും പങ്കാളിയാകണമെന്ന് നമ്മൾ ഈ തിരുവചനങ്ങൾ That's the ഓർപ്പിക്കുകയാണ്. place where you spiritually grow. അവിടെയാണ് നാം ആത്മീയമായി വളരുന്നത്. When you grow, you will be serving them. നാം വളരുമ്പോൾ നമ്മൾ ശുശ്രൂഷിക്കുന്നവരായി തീരും. That's the place. Through the church, your gifts and talents will be used for God's kingdom purposes. സഭയിൽ കൂടിയാണ് നമ്മുടെ കൃപകളും ദൈവം തന്നിരിക്കുന്ന വരങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നത്. അത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായി Look at തീരും. the Christmas production, the things that we prepared to as an outreach. നമ്മളൊരു ഔട്ട്റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ സഭയിൽ ചെയ്ത ക്രിസ്മസ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. Became a blessing to thousands, hundreds of thousands of people, not only in Kerala but worldwide. അത് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, അനേക ആയിരക്കണക്കിന് ആളുകൾക്ക്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് അതൊരു അനുഗ്രഹമായി മാറുവാനിടയായി. You reach out and lead people to Christ through the church. സഭയിൽ കൂടിയാണ് നിങ്ങൾ അനേകരിലേക്ക് എത്തുന്നതും അവരിലേക്ക് സുവിശേഷം കൊണ്ടു ചെല്ലുന്നതും. You cannot be fruitful outside of a church. ഒരു സഭയുടെ പുറത്തു നിന്ന് ഒരിക്കലും നമുക്ക് ഫലപ്രദമാകുവാൻ കഴിയില്ല. You cannot do it alone. അത് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല. Understand that truth. ഈ ഒരു സത്യം നാം തിരിച്ചറിയണം. You cannot reach out or lead people to Christ and disciple them alone.
നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ആളുകളുടെ അടുത്ത് നിന്ന് സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യപ്പെടുത്തുവാൻ ഒറ്റയ്ക്ക് നമുക്ക് കഴിയുകയല്ല. If you share the gospel to someone, നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പങ്കുവെച്ചാൽ you need to lead that person to a church, the place where you go. തീർച്ചയായും നിങ്ങൾ പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക്, സഭയിലേക്ക് അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് കൊണ്ടുപോയേ മതിയാകൂ. If that person don't go to a church, ആ വ്യക്തി, രക്ഷിക്കപ്പെടുന്ന വ്യക്തി ഒരു സഭയിൽ പോയില്ലെങ്കിൽ he or she cannot be baptized. ആ ഒരു വ്യക്തിക്ക് സ്നാനപ്പെടുവാൻ കഴിയില്ല. He or she cannot grow in faith, അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് ഒരിക്കലും വിശ്വാസത്തിൽ വളരുവാൻ കഴിയില്ല. cannot finish the race. അതോടൊപ്പം തന്നെ അവരുടെ ഓട്ടം ഓടി തികയ്ക്കുവാനും കഴിയില്ല. So to grow, they need a church. അതുകൊണ്ട് അവർക്ക് വളരണമെങ്കിൽ ഒരു സഭ അനിവാര്യമാണ്. So you need to be connected, അതുകൊണ്ട് നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം. actively involved, നമ്മൾ വളരെ വ്യക്തമായി ഇതിൽ പങ്കാളികളായി be തീരണം. part of the cell groups, നമ്മുടെ സെൽ ഗ്രൂപ്പുകളിൽ പങ്കാളികളാകണം. part of the prayer meetings. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കണം. Hallelujah. Hallelujah. That's how you become fruitful. അങ്ങനെയാണ് നമ്മൾ ഫലപ്രദമാകുന്നത്. Then you will be a person who will lead people to Jesus. നമ്മൾ അങ്ങനെയായാൽ അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുന്നവരായി നാം മാറും. Bible says in Psalms 92, ബൈബിൾ പറയുകയാണ് 92-ാം സങ്കീർത്തനത്തിൽ, those who are planted in the house of God they will flourish in the courts of the Lord. യഹോവയുടെ ആലയത്തിൽ നടപ്പെട്ടിരിക്കുന്നവർ അവർ പച്ചപിടിക്കുവാനും പുഷ്ടിപ്പെടുവാനും ഒക്കെ ഇടയാകുമെന്ന്. I'm so glad to hear about the cell groups this year reaching out to many people around them. എനിക്ക് വളരെ സന്തോഷമുണ്ട്, സെൽ ഗ്രൂപ്പുകൾ കൂടി ചുറ്റുമുള്ള അനേക ആളുകളിലേക്ക് പ്രിയപ്പെട്ടവർക്ക് കടം I ചെല്ലുവാനിടയായി. heard about the Panambali Nagar cell group. ഞാൻ പനമ്പള്ളി നഗർ സെൽ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുവാനിടയായി. From September they were praying for each of them, praying for 3 families. സെപ്റ്റംബർ മുതൽ അതിൽ ഓരോരുത്തരും 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. And this December they could, each family should they were able to reach out to 3 families. പ്രത്യേകിച്ച് ഈ ഡിസംബറിൽ ആ ഓരോ കുടുംബത്തിനും 3 വ്യത്യസ്ത കുടുംബങ്ങളിലെ സുവിശേഷവുമായിട്ട് അവരുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞു. They were doing together as a group. അവർ അത് ഒരുമിച്ചാണ് ചെയ്തത്, ഒരു കൂട്ടമായിട്ടാണ് ചെയ്തത്. I encourage you, my dear people of എന്റെ God, പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. connect, നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുക, participate in the meetings, activities of the church. സഭയുടെ കൂട്ടായ്മകളിൽ, മീറ്റിങ്ങുകളിൽ നിങ്ങൾ പങ്കാളികളാവുക. Those listening to a church sermon in Germany or Australia, ജർമ്മനിയിലെ ഓസ്ട്രേലിയയിലെ ഒരു പ്രസംഗം കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ, remember that pastor is sharing or preaching to the believers of that church. ഒരു കാര്യം മനസ്സിലാക്കണമേ, ജർമ്മനിയിലെ പാസ്റ്ററും ഓസ്ട്രേലിയയിലെ പാസ്റ്ററും അദ്ദേഹത്തിന്റെ സഭയ്ക്കുള്ള സന്ദേശമാണ് നൽകുന്നത്. Cannot be a substitute for what God wants to speak to you. അത് നിങ്ങളോട് ദൈവം സംസാരിക്കേണ്ട സന്ദേശത്തിന് ഒരിക്കലും പകരമാവുകയില്ല. What God wants you to hear from your church here. ഇവിടെ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ കൂടിയാണ് ദൈവം നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. God is giving a message to the pastor for that particular congregation. ദൈവം ഒരു പാസ്റ്ററിന് സന്ദേശം നൽകുന്നത് തന്റെ കീഴിലാക്കി വെച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. Nothing wrong in hearing it or attending a Bible study to encourage your faith. Nothing wrong in that. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വളരുവാൻ വേണ്ടി മറ്റേതെങ്കിലും ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നത് തെറ്റല്ല. But why I'm sharing this, because you need to be fruitful in the place where God has called you and planted you. എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുവാൻ കാരണം, ദൈവം നിങ്ങളെ എവിടെ വിളിച്ച് ആക്കി വെച്ചിരിക്കുന്നു, നട്ടിരിക്കുന്നു, അവിടെ നിങ്ങൾ ഫലം കായ്ക്കുവാനിടയാകണം. You have a calling, an assignment here in the city, in Cochin. ഇവിടെ ഈ പട്ടണത്തിൽ, ഈ കൊച്ചി പട്ടണത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു നിയോഗം നിങ്ങൾക്കുണ്ട്. Remember Jesus looking for a fruit in a fig tree? ഓർക്കണം, യേശു ഒരിക്കലും ഒരു അത്തിവൃക്ഷം കണ്ടപ്പോൾ അതിൽ ഫലം തിരയുവാനിടയായി. He didn't find. യേശു അതിൽ ഒരു ഫലവും കണ്ടെത്തിയില്ല. Amen. ആമേൻ. He wants us to be fruitful. യേശുവിന്റെ ആഗ്രഹം ഇതാണ്, നമ്മൾ ഓരോരുത്തരും ഫലം കായ്ക്കണം. Hallelujah. Hallelujah. He's looking for a laborer. ദൈവം നോക്കുകയാണ് ഒരു വേലക്കാരനെ, He's looking for a witness. ഒരു സാക്ഷിയെ ദൈവം You are അന്വേഷിക്കുകയാണ്. a recipient of God's grace and blessing. ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കൃപയും നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ He wants to make you a blessing to others. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവം Through ആഗ്രഹിക്കുന്നു. you, many people should hear the gospel. നിങ്ങളിൽ കൂടി അനേകർ സുവിശേഷം കേട്ടേ മതിയാകൂ. Through you, many people should experience the love of God. നിങ്ങളിൽ കൂടി അനേകർ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനിടയാകണം. Through you, the Lord wants to reach out to the city, നിങ്ങളിൽ കൂടി പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം to your ആഗ്രഹിക്കുന്നു. family members, നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക്, to your neighborhood. നിങ്ങളുടെ The അയൽപക്കങ്ങളിലേക്ക് Lord wants to use you as a fruitful, a powerful instrument in God's hands. ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം Are ആഗ്രഹിക്കുന്നുണ്ട്. you able to reach out to anyone with the love of Christ? നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹവുമായി ആരെങ്കിലും അടുക്കിലേക്ക് ചെല്ലുവാൻ നിങ്ങൾക്ക് Is കഴിഞ്ഞിട്ടുണ്ടോ? your home a blessing to others? നിങ്ങളുടെ ഭവനം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ? If not from this year,
ഇല്ലെങ്കിൽ ഈ വർഷം മുതൽ that should be your prayer. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. My home will be a place of a house of salvation. കർത്താവേ, എന്റെ ഭവനം രക്ഷ പ്രാപിക്കുന്ന, അനേകർ രക്ഷ പ്രാപിക്കുന്ന ഒരു ഭവനമായി I മാറട്ടെ. will reach out to people with the love of Jesus. ഞാൻ അനേകരിലേക്ക് ദൈവ സ്നേഹവുമായി കടന്നു ചെല്ലുവാനിടയാകും. Love one another. ഞാൻ അന്യോന്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറും. Hallelujah. Hallelujah. I will love Jesus passionately. ഞാൻ യേശുവിനെ വളരെ തീക്ഷ്ണതയോടെ സ്നേഹിക്കും. Amen. Amen. In Acts chapter 16 verse 13, the Philippian jailer asked Paul, "What shall I do to be saved?" അപ്പോസ്തലർ പ്രവൃത്തി 16:13 ഫിലിപ്പിയ കാരാഗൃഹ പ്രമാണി ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കുവാനിടയായി, യജമാനനെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. And Paul answered him, "You know the truth. നമുക്കറിയാം പൗലോസ് തന്നോട് മറുപടിയായിട്ട് പറയുവാനിടയായി, Believe in the Lord Jesus Christ, you and your household will be saved." കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. If the question is what I must do to get lost, ഞാൻ നഷ്ടപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു ചോദ്യമെങ്കിൽ what will be the answer? എന്തായിരുന്നു അതിന് ഉത്തരം? Do nothing. ഒന്നും ചെയ്യാതിരുന്നാൽ മതി, You'll be lost. നീ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. That's what the word of God says. അതാണ് വചനം പറയുന്നത്. Amen. ആമേൻ. If you do nothing, you will lose your joy of salvation. നാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ നമ്മുടെ രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടമാകും. You will be driven away or carried away by the pleasures of this world. ഈ ലോകത്തിന്റെ ആ സന്തോഷങ്ങളിലേക്ക് നമ്മൾ അറിയാതെ ഒഴുകി പോകുവാനിടയാകും. My dear people of God, അതുകൊണ്ട് എന്റെ പ്രിയ ദൈവജനമേ, the Lord is warning us through the book of Hebrews. ഈ എബ്രായ ലേഖനത്തിൽ കൂടി ദൈവം നമുക്ക് മുന്നറിയിപ്പ് We നൽകുകയാണ്. must give more earnest heed to the things we have heard, or we will drift away. നമ്മൾ തെറ്റി ഒഴുകി പോകാതിരിക്കേണ്ടതിന് നമ്മൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. Let me conclude with the last point. ഞാൻ അവസാനത്തെ ഭാഗം പറഞ്ഞു നിർത്തുവാൻ The ആഗ്രഹിക്കുന്നു. pressure from the world or from the flesh can drift you away. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ സംഘർഷങ്ങൾ അത് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയാക്കാം. Evil company can corrupt us. തെറ്റായ കൂട്ടുകെട്ടുകൾ അത് നമ്മളെ മോശമായ വഴിയിലേക്ക് നയിക്കുവാൻ Be ഇടയാകും. careful whom you are associating with. നാം ആരുമായിട്ടാണോ സൗഹൃദം പങ്കിടുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. If you are associating with a gossiper, നമ്മൾ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്ന ഒരാളുമായിട്ടാണ് നമ്മൾ സൗഹൃദം പങ്കിടുന്നതെങ്കിൽ the whole system will be corrupted. നമ്മുടെ മുഴുവൻ രീതികളും അതിലേക്ക് ഈ മോശമായ കാര്യം Your വ്യാപിക്കുവാനിടയാകും. body will be corrupted. നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബാധ Your വരും. thinking will be corrupted. നമ്മുടെ ചിന്തകൾ അത് മോശമായി മാറും. Also, compromising life can drift you away. അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള ജീവിതം അത് നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാനിടയാകും. Lust of the flesh and the pride of life and the lust of the eyes can drift you away. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുവാനായിട്ട് നമ്മളെ ഇടയാക്കും. There is a warfare within us. നമ്മുടെ അകത്ത് തന്നെ വലിയ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. 1 Peter chapter 2 verse 11. 1 പത്രോസ് 2:11 വാക്യം. Open your Bibles or look into the screens. നമ്മുടെ വചനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. Dear friends, I warn you as temporary residents and foreigners here on earth to keep away from worldly desires that wage war against your very souls. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജീവിക്കണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. NKJV says, I beg you. Holy Spirit is really forcing people to consider this, listen to this. ഒരു പരിഭാഷയിൽ പറയുന്ന, NKJV പരിഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് വല്ലാതെ അപേക്ഷിക്കുന്നു, താണുകേണ് പറയുന്നു. I beg you, abstain from fleshly lusts. ഈ ജഡമോഹങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. Our flesh is constantly waging war against our souls and against the spirit who desires that we follow him. നമ്മുടെ ജഡം എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാണനോടും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവോടും ദൈവ ഇഷ്ടം ചെയ്യാനുള്ള ആഗ്രഹത്തോടും ജഡം എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. Galatians 5 verse 16 to 17 we can see that. ഗലാത്യർ 5:16-17 വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. It says like this. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: I say then, walk in the spirit and you shall not fulfill the lust of the flesh. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. For the flesh lusts against the spirit and the spirit against the flesh, and these are contrary to one another,
so that you do not do the things that you wish. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. Abstain from the fleshly lust. അതുകൊണ്ട് ഈ ജഡമോഹത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും മാറി നിൽക്കുവാൻ How ഇടയാകും. can we do that? എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്? By continuously being filled with the Holy Spirit. നിരന്തരമായി പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിക്കുക. Exercise the spiritual gifts. ആത്മീക കൃപാവരങ്ങളെ നാം ഉപയോഗിക്കുക. Activate the Holy Spirit by praying in tongues. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നെ ആ അന്യഭാഷയിൽ സംസാരിക്കുന്നതിൽ കൂടി ശക്തിമത്താക്കുക. To worship and feed your spirit through the reading of God's word. ആരാധനയിൽ കൂടി അതോടൊപ്പം തന്നെ ദൈവവചന വായനയിൽ കൂടി നമ്മളെ പരിപോഷിപ്പിക്കുക. And also be actively participate in the church meetings, even it's online. Connect with the meetings. സഭാ കൂട്ടായ്മകളിൽ അത് ഓൺലൈനിൽ നടന്നാൽ പോലും അതിൽ നമ്മൾ പങ്കാളികളാകുവാൻ ശ്രദ്ധിക്കുവേൻ. Because iron sharpens iron. കാരണം വചനം പറയുന്നു ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. You need fellowship with one another. നമുക്ക് അന്യോന്യം കൂട്ടായ്മ അത് അനിവാര്യമാണ്. Hallelujah. 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 Also the constant pressure of daily cares, anxieties and your office duties can distract you. അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓഫീസിലും നമ്മൾ ദിവസവും നേരിടുന്ന ആവശ്യങ്ങളും അനേക ഭാരങ്ങളും നമ്മളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുവാനിടയാകും. You should do your work well. നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്യണം. But don't be driven by success. എന്നാൽ ഒരിക്കലും ആ വിജയം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ ഇതൊന്നും ഇടയാകരുത്. Hallelujah. ഹല്ലേലൂയ. You should not compromise on fellowship. നമ്മുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുവാനിടയാകരുത്. I am busy 7 days. പാസ്റ്റർ ഞാൻ 7 ദിവസവും തിരക്കേറിയ No വ്യക്തിയാണ്. time for any meetings. എനിക്ക് ഒരു മീറ്റിങ്ങിനും എനിക്ക് സമയമില്ല. I am morning from late night I am working. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. For what? എന്തിനു വേണ്ടി? Amen. ആമേൻ. You should do your work, office, business all well. അതെ, നമ്മുടെ ജോലിയും നമ്മുടെ ബിസിനസ്സും ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്ത് പൂർത്തീകരിക്കണം. But not neglecting the salvation. എന്നാൽ നമുക്ക് ലഭിച്ച വലിയ രക്ഷയെ നമ്മൾ ഒരിക്കലും ഗണ്യമാക്കാതിരിക്കരുത്. Continue in that. നമുക്ക് അതിൽ തുടരണമെങ്കിൽ To walk in that. തീർച്ചയായും നമ്മൾ അതിൽ നടന്നേ മതിയാകും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Luke 21 verse 34 says, ലൂക്കോസ് 21:34 ഇങ്ങനെ കാണുന്നുണ്ട്. let not your hearts be weighed down with cares of this life. ലൂക്കോസ് 21:34 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. These things can move us away from the Lord and His great salvation. ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്നും ആ ദൈവം നൽകിയ വലിയ രക്ഷയിൽ നിന്നും വഴുതി പോകുവാൻ നമ്മളെ ഇടയാക്കും. If we are not careful. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. So, what are the keys to prevent us from drifting away? എന്തൊക്കെയാണ് വഴുതി പോകാതിരിക്കുവാനായി നമ്മളെ സഹായിക്കുന്നത്? The answer is in the first word itself. ആദ്യത്തെ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. Hebrews 2:1. എബ്രായ ലേഖനം 2:1. We must give the more earnest heed. നമ്മൾ വളരെ അധികം ശ്രദ്ധയോടെ നാം കേട്ടതിനെ കരുതിക്കൊള്ളണം. Failure to pay constant attention leads to drifting. നമ്മൾ കേട്ടത് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് നമ്മളെ വഴുതി പോകുവാനിടയാക്കും. This drifting may be subtle. ഈ ഒഴുകിപ്പോകുന്ന വഴുതി പോകുന്നത് അത് നമ്മൾ പോലും അറിയാതായിരിക്കും By സംഭവിക്കുന്നത്. the time you realize it, it's too late. നമ്മളത് തിരിച്ചറിയുമ്പോൾ വളരെ വൈകി പോയേക്കാം. Only by giving earnest heed can that be avoided. നമ്മൾ വളരെ കരുതലോടെ അതിന് ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാനായിട്ട് കഴിയത്തുള്ളൂ. Hebrews chapter 2 verse 3 says, എബ്രായ ലേഖനം 2:3 ഇങ്ങനെയാണ് പറയുന്നത്. how shall we escape if we neglect so great a salvation? ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് ചോദിക്കുകയാണ്. Amen. ആമേൻ. If we must take the word which came from the angel seriously, then we must take the word that came from the Son of God even more seriously. ഒരു ദൂതനിൽ കൂടി ലഭിച്ച ന്യായപ്രമാണത്തിന്റെ വാക്കുകളെ നമ്മൾ വളരെ വ്യക്തതയോടെ ശ്രദ്ധിക്കുന്നെങ്കിൽ എത്രയധികം ദൈവത്തിന്റെ പുത്രനായ യേശുവിൽ കൂടി നമുക്ക് ലഭിച്ച തിരുവചനത്തെ നാം ശ്രദ്ധിക്കണം. This is a greater word brought by a greater person and having great promises. ഇത് നമുക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠമായ ഒരു വചനമാണ്, ശ്രേഷ്ഠമായ നിർദ്ദേശമാണ്, ശ്രേഷ്ഠമായ വാഗ്ദത്തമാണെന്ന് കൂടി ഓർക്കണം. And will bring a greater condemnation if it is neglected. ഇത് തിരസ്കരിക്കപ്പെട്ടാൽ വളരെ ഉന്നതമായ ഒരു ശിക്ഷാവധിയും ഉണ്ടെന്ന് ഓർക്കുക. Matthew 22 verse 5 says, മത്തായി 22:5 ഇങ്ങനെ പറയുന്നു, we see about those who disregarded
the invitation to the marriage supper. അവിടെ കാണുന്നു ആ വിവാഹ സൽക്കാരത്തിന്റെ ആ ക്ഷണത്തെ നിരസിച്ചവരെ നമ്മളവിടെ കാണുകയാണ്. They made light of it. അവരതിനെ വളരെ നിസാരമായിട്ടാണ് That കണക്കാക്കിയത്. is the verse that touched me the most. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് അതാണ്. Matthew 22, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം verse 5 says, അതിന്റെ 5-ാം വാക്യം it says like this. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. But they made light of it and went their ways. അവിടെ പറയുന്നു, അവർ ആ ക്ഷണത്തെ കൂട്ടാക്കാതെ ഓരോരുത്തൻ തന്റെ ദൗത്യം ചെയ്യുവാൻ വേണ്ടി പോയി. One went into his own farm, ഒരുത്തൻ തന്റെ നിലത്തിലേക്ക് ജോലി ചെയ്യാൻ പോയി, another to his business. മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിന് വേണ്ടി പോയി. They took light of it. അവരതിനെ കൂട്ടാക്കിയില്ല, നിസാരമായി കണക്കാക്കി. And we saw the consequences of that. നമ്മൾ കണ്ടു അതിന്റെ പരിണിത ഫലം നമ്മളോട് കാണുവാനിടയായി. So we must be diligent to keep this faith till the end. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ, നമ്മൾ അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ That ശ്രദ്ധാലുക്കളായിരിക്കണം. is why Apostle Paul says, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, press on, നമ്മൾ മുൻപോട്ട് തന്നെ പോവുക, look forward to that reward. ആ പ്രതിഫലത്തിലേക്ക് തന്നെ There is a നോക്കിക്കൊണ്ടിരിക്കുക. prize awaiting for you. അതെ, നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. If you are faithful, നമ്മൾ വിശ്വസ്തരായി നിന്നാൽ you will receive the crown. തീർച്ചയായും നമുക്ക് ആ കിരീടം So പ്രാപിക്കുവാനിടയാകും. run to win. അതുകൊണ്ട് ജയിക്കുവാനായി ഓടുവിൻ. Listen carefully. നമ്മൾ വളരെ ശ്രദ്ധയോടെ വചനം കേൾപ്പിൻ. Hallelujah. ഹല്ലേലൂയ. Or there is a chance that you drift away. അല്ലെങ്കിൽ നമ്മൾ വഴുതി പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും Our salvation is great. നമ്മുടെ രക്ഷ അത് വളരെ വലുതാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So I encourage you, അതുകൊണ്ട് ഞാൻ നിങ്ങളെ look പ്രോത്സാഹിപ്പിക്കുകയാണ്, to Jesus. യേശുവിനെ തന്നെ നോക്കുക. Connect with church. നമ്മുടെ സഭയുമായി ബന്ധപ്പെടുക. It's a place where you grow. അവിടെയാണ് നാം വളരുന്ന ഇടം. Participate in the meetings. എല്ലാ മീറ്റിങ്ങുകളും പങ്കാളികളാവുക. Connect to cell groups. സെൽ ഗ്രൂപ്പുകളിൽ പങ്കാളികളാവുക. Grow in the Lord. കർത്താവിൽ വളരുവാനിടയാകട്ടെ. Then reach out to your community. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് സുവിശേഷമായി The കടന്നു people around ചെല്ലുവാനിടയാകും. you. നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും, In your workplace. നമ്മുടെ ജോലി സ്ഥലത്ത്, Family and friends. നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടുകാരുടെ ഇടയിലും, Make your home a place where people come and be blessed. നമ്മുടെ ഭവനത്തിലേക്ക് അനേകർ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ഇടമാക്കി അതിനെ മാറ്റുക. Don't be driven by worldly success. ഒരിക്കലും ലോകത്തിൽ ലഭിക്കുന്ന വിജയത്തിൽ നമ്മൾ മതിമറന്നു പോകരുത്. Be driven by eternity. പക്ഷേ നിത്യത നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാകട്ടെ. Hallelujah. ഹല്ലേലൂയ. May the Lord bless you with these words. ദൈവം നിങ്ങൾ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. May the grace of our Lord Jesus Christ and the love of the Heavenly Father and the sweet continuous fellowship of the Holy Spirit abide with each and every one of us, and now and forever. Amen. The Lord bless you all. Hallelujah. Amen.